മലയാളിയുടെ ജീവിതത്തിന് സുഗന്ധം പകർന്ന് നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി ശ്രീ ONV കുറുപ്പിന് സ്നേഹോപഹാരമായി പ്രശസ്ത കവി ശ്രീ മധുസൂദനൻ നായർ കവിതയിലൂടെ ഒരു ചൊൽക്കാഴ്ച ഒരുക്കുന്നു. മലയാള അക്ഷരങ്ങളായി മാറുന്ന 51 കുട്ടികൾ ഈ വേദിയിലെത്തും. സരസ്വതി വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണിവർ. വ്യത്യസ്തമായ ഈ കാഴ്ച നമുക്ക് ആസ്വദിക്കാം. സ്നേഹിച്ചു തീരാത്ത സൗമ്യ സൂര്യ, സ്വയം ഹോമിച്ചു തീരാത്ത കാവ്യസൂര്യ, സ്നേഹിച്ചു തീരാത്ത സൗമ്യ സൂര്യ, സ്വയം ഹോമിച്ചു തീരാത്ത കാവ്യസൂര്യ, ചിരം സ്വസ്തി, ചിരം സ്വസ്തി. ചിരം സ്വസ്തി നീയാകുന്ന വാക്കിനും വാക്കിൻ്റെ ശക്തി സ്വരൂപമാം അർത്ഥപുണ്യത്തിനും അങ്ങതൻ അക്ഷരസ്വർണപാത്രത്തിൽ നിന്നീ മണ്ണിൽ വീണോരമൃത സ്വരങ്ങളാൽ അക്ഷീണകണ്ഠരായി പാടുകയാണിളം പക്ഷികൾ ഞങ്ങൾ. അക്ഷീണകണ്ഠരായി പാടുകയാണിളം പക്ഷികൾ ഞങ്ങൾ, ഈ ജീവഗായത്രികൾ. അമ്പിളി താമര കുമ്പിളിൽ മണ്ണിന്നു തുമ്പയും പായസച്ചോറും വിളമ്പിയും, അമ്പിളി താമര കുമ്പിളിൽ മണ്ണിന്നു തുമ്പയും പായസച്ചോറും വിളമ്പിയും, വേർപ്പിലും വീർപ്പിലും കണ്ണീരിലും മാരിവില്ലിൻ്റെ തേന്മലർ നീളെ വിടർത്തിയും, തുഞ്ചൻ പറമ്പിൽ എഴുത്തിനിരുത്തുന്ന ശാരികതൻ യോഗകാകളി തൂകിയും, പണ്ടു തുളച്ച പുൽത്തണ്ടിന്നു ജീവന്റെ സംഗീതമായി പടർന്നൂർജമേകിയും, മേഘമായി മുത്തായി മണിത്തുമ്പിയായി സ്വപ്നലാവണ്യനാളമായി ഗൂഢാഗ്നി ബിന്ദുവായി ജീവിതത്തിൻ്റെ നിഴൽ ചിത്രമാകയും എൻ്റെ രാഗധ്വനികളായി മാറ്റി നീ. സഹോദരി സഹോദരന്മാരെ, സ്വരലയും കൈരളിയും കൂടി സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചടങ്ങാണ്. ഗാനഗന്ധർവനും കാവ്യഗന്ധർവനും ഒത്തുകൂടിയിട്ടുള്ള ഒരു സദസ്സ് എന്നുള്ളത് എക്കാലത്തും നമുക്ക് ഓർക്കാൻ സാധിക്കുന്ന ഒരു വേദിയാണ്. ONV സാറിനെ സംബന്ധിച്ച് മലയാളികൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. പക്ഷെ മറ്റ് കവികളിൽ നിന്നെല്ലാം ONV സാർ വേർതിരിച്ച് നിർത്തപ്പെടുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയും തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ ഒരു സന്ദർഭത്തിലും ബലി കഴിക്കാതെയും കലാസൃഷ്ടി നടത്തുന്ന കവി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നും ശ്രദ്ധേയനാണെന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 84ാമത്തെ ഈ ജന്മവാർഷിക ദിനത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ഡോക്ടർ യേശുദാസ് നമ്മൾ അനുഗ്രഹീത കലാകാരനാണ്.
അദ്ദേഹത്തിനും 75 വയസ്സായി. പക്ഷെ വയസ്സ് തോന്നുമില്ല. എന്താണ് അതിൻ്റെ രഹസ്യം എന്നുള്ളത് നമുക്കറിയില്ല. യേശുദാസ് സാറിനും വളരെ വലിയ പ്രത്യേകതകളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചൊരു കാര്യം, സഫ്തർ ഹാഷ്മി ഡൽഹിയിൽ കൊല ചെയ്യപ്പെട്ട വിവരം ലഭിച്ച ദിവസം അദ്ദേഹം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ പരിപാടി തന്നെ മാറ്റിവെച്ചുകൊണ്ട് ആ കലാകാരനോട് കൂറ് പ്രഖ്യാപിച്ചു. അങ്ങനെ പലരും ചെയ്യാത്ത കാര്യം അദ്ദേഹം ചെയ്ത് കലാകാരന്മാർക്ക് അദ്ദേഹം കൊടുത്ത ഒരു സന്ദേശമാണ്. ഇവിടെ നാം ബഹുമാനിക്കുന്ന ഉണ്ണിമേനോൻ ഇന്ന് മലയാളികളുടെ ആകെ മനസ്സ് കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൊച്ചുമോൾ ഉത്തര ഉണ്ണി, അവരെ ഞാൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ പ്രശംസിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. ഇനി ചടങ്ങിലെ വിശിഷ്ടാതിഥിയായ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ശക്തൻ നമ്മുടെ പ്രിയപ്പെട്ട ദാസ് സാറിനും ONV കുറുപ്പ് സാറിനും പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, കേരള നിയമസഭയിലെ 141 നിയമസഭാംഗങ്ങളുടെയും പേരിൽ അദ്ദേഹത്തിന് ഹാർദവമായ അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുന്നു. 1000 പൂർണ്ണചന്ദ്രനെ കണ്ട ONV സാറ് ഇന്ന് 84, മെയ് 27 84 വയസ്സ് പൂർത്തിയാകുന്നു. തീർച്ചയായും എല്ലാ മലയാളികൾക്കും അഭിമാനമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ONV കുറുപ്പ് സാറ് എൻ്റെ അധ്യാപകനാണ്. 44 വർഷത്തിന് മുൻപ് ഒരു 3 വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം മെയിനായി എടുത്തു പഠിച്ച എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകനാണ് ബഹുമാനപ്പെട്ട ONV കുറുപ്പ് സാറ്. അന്നും ഇന്നും ഞാൻ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്ന എൻ്റെ അധ്യാപകൻ. അവസരം കിട്ടുമ്പോഴെല്ലാം ONV സാറ് എൻ്റെ ഗുരുനാഥനെന്ന് സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അഭിമാനപൂർവ്വം പറയുന്ന ഒരു പേരാണ്. ആ സാറിൻ്റെ 84 വയസ്സ് തികയുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് അദ്ദേഹത്തെ ആദരിക്കാൻ അവസരം ലഭിച്ചത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഈ പിറന്നാൾ നമുക്ക് സംഗീതത്തിൻ്റെ ആഘോഷമാക്കി തന്നെ മാറ്റാം. അതിന് മുന്നോടിയായി ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു കേക്ക് എത്തുന്നതായിരിക്കും. ആ കേക്ക് മുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷം ആരംഭിക്കാം എന്ന് തന്നെ പറയാം. ഒരു വലിയ കയ്യടി ആവാം നമുക്ക്. സ്വരലയും കൈരളിയും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഗംഭീരമായ ഈ പിറന്നാൾ ആഘോഷത്തിന് തുടക്കമാകുകയാണ് ഈ കേക്ക്. സർവത്തിനും കാരണഭൂതനായ ജഗദീശ്വരനോട്
ഇത്രയും പരിശുദ്ധമായ ഒരു ദിവസത്തെ നൽകിയതിന് ഞാൻ ഏത് തരത്തിലാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് സാറിൻ്റെ ഈ 84-ാമത്തെ വയസ്സ് ആഘോഷിക്കുന്നതിലും വളരെ ദൂരെ നിന്ന് എനിക്കിവിടെ വന്ന് ചേർന്ന്, ഞാൻ വളരെ ദൂരെ നിന്ന് വന്നത് അറിയിക്കാൻ വേണ്ടി പറയല്ല, എനിക്ക് വരാനൊത്തതിൻ്റെ സന്തോഷമാണ് ഞാൻ കൂടുതലും അറിയിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുദാസ് പാടി വരുന്നു എന്നുള്ളത് അറിയിച്ചത് മാണിക്യവീണയാണ്. അതിനായിരുന്നു ആദ്യം എനിക്കൊരു അവാർഡ് കിട്ടിയത്. ആ അവാർഡ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമായിട്ട് ലഭിച്ചതിന് ശേഷം എനിക്ക് വളർച്ചയല്ലാതെ പുറകോട്ട് പോകാൻ യാതൊരു ചിന്തയുമില്ലായിരുന്നു. അതെല്ലാം ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ഒരു ഗുരുവെ പോലെ, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് പാടിയപ്പോൾ വാസ്തവത്തിൽ ഹൃദയം അങ്ങേയറ്റം സന്തോഷം കൊണ്ടായിരുന്നു, സന്തോഷാശ്രുവായിരുന്നു. എന്തൊരു പ്രയോഗങ്ങളായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്ത് പാടിയത്. എന്നോട് വന്ന് പ്രത്യേകിച്ച് പറയേണ്ട, ഞാൻ പാടിയത് തെറ്റല്ല, ആ ഭാവത്തിനാണ് കൂടുതൽ ആവശ്യം. ആ ഹൃദയം, ഗുരുവിനോടുള്ള സ്നേഹം, ആ ബഹുമാനം, അത് കേൾക്കുമ്പോൾ ഒരു ഗുരുവിനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെല്ലാം ഗുരുക്കന്മാരോട് ആത്മാർത്ഥമായിട്ട് ജീവിതം അർപ്പിച്ചിട്ടുണ്ടോ അവൻ്റെ ഹൃദയം പൊട്ടി പുറത്തോട്ട് വരണം. അത് വരുത്തിയതിന് അങ്ങയ്ക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും സാർ, ഞങ്ങൾ ഏത് തരത്തിലാണ് അങ്ങയോട് പറയാമെന്നൊന്നും ഞങ്ങൾക്ക് വാക്കില്ല. ഒരു നിമിഷവും അന്ന് പാടിയപ്പോൾ ഇത്രയും എനിക്ക് രുചിയായിട്ട് തോന്നിയില്ല. അന്ന് എങ്ങനെയെങ്കിലും ഇത് പാടി തീർക്കണമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങ് ഉപയോഗിച്ചിട്ടുള്ള ഓരോ വാക്കുകളുടെയും പ്രയോഗങ്ങൾ, ഓരോ ഫ്രേസസുകളും മനസ്സിലാക്കുമ്പോൾ എന്തൊരു സുഖം. ഇനി ഞങ്ങൾക്ക് ഇനിയും തരണേ എന്ന് മാത്രം അങ്ങയുടെ പാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനിയും, അങ്ങയ്ക്ക് ധാരാളം ഇനിയുമുണ്ട് എല്ലാം തരാൻ. ഞങ്ങൾക്ക് ഇനിയും ഈ കേരളത്തിന് പ്രത്യേകിച്ച് ഇന്നത്തെ പോക്കിനെ അങ്ങയ്ക്കല്ലാതെ രക്ഷിക്കാനൊക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നു. പ്രത്യേകിച്ച് എല്ലാ ശിഷ്യന്മാർക്കും, എല്ലാ പ്രേമികൾക്കും, എല്ലാവർക്കും നമ്മളുടെ പ്രത്യേക നമസ്കാരം ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങി അദ്ദേഹത്തിൻ്റെ പാദത്തിലേക്ക് അർപ്പിക്കുക. ചന്ദ്രന്മാരെ കണ്ട് മലയാളത്തിൻ്റെ മഹാകവിയെ സംഗീത ഉപകരണങ്ങളും ഉപഹാരങ്ങളും നൽകി ആദരിക്കുന്ന ചടങ്ങാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. തന്നെയാണ് ലെജൻഡറി പുരസ്കാരം സമർപ്പിക്കുന്ന ചടങ്ങ്. ലെജൻഡറി പുരസ്കാരം നേടിയ ശ്രീ ONV കുറുപ്പിനുള്ള പ്രശസ്തി പത്രം അവതരിപ്പിക്കാനും ആശംസ അർപ്പിക്കാനുമായി കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസിനെ ക്ഷണിക്കുന്നു. ഭാവോജ്വലങ്ങളായ കവിതകളും ഗാനങ്ങളും കൊണ്ട് നമ്മുടെ ഭാഷയെയും സംസ്കൃതിയെയും മനസ്സിനെയും നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു പോരുന്ന മഹാകവിയാണ് ONV സാർ. അനവധി സുന്ദരമായ ഭാവകാവ്യങ്ങളുടെ കേരളീയതയുടെ അതിരുകളെ വിശ്വമഹാപ്രകൃതിയുടെ തലത്തിലേക്ക് വികസിപ്പിച്ചെടുത്ത മലയാളത്തിൻ്റെ ഈ മഹാകവി അതിനൊക്കെ അനുബന്ധമായി സ്വരസുന്ദരമായ ഒരു ഗാനലോകം കൂടി കൈരളിക്ക് കാഴ്ചവെച്ചു. മധുരിക്കുന്ന ഓർമ്മകളുടെ മലർമഞ്ചിലേറ്റി നമ്മെ ഗ്രഹാതുരത്വം നിറഞ്ഞ
ഏതോ മാഞ്ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മലയാളിയുടെ പ്രണയത്തിലും വിഷാദത്തിലും പ്രാർത്ഥനയിലും സമരമുന്നേറ്റത്തിലും കൂട്ടുപോകുന്നത് ഈ കവിയുടെ ഗാനശൈലികളാണ്. 6 പതിറ്റാണ്ട് കാലക്കാലത്തേറെ ഈ സാഹിത്യ സബരിയ നമ്മുടെ നാടക ചലച്ചിത്ര ഗാനലോകങ്ങളെ സമൃദ്ധവും സമ്പന്നവുമാക്കിക്കൊണ്ടിരിക്കുന്നു. പല പാട്ടുകളുടെയും രചനാഘട്ടത്തിൽ ജനിച്ചിട്ട് പോലുമില്ലാത്ത തലമുറയും അവരുടെ പിന്മുറക്കാരും അതേ പാട്ടുകൾ ഇന്ന് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് പാടിക്കൊണ്ടിരിക്കുന്നു. മലയാളിയെ അതുവരെ അറിയാത്ത അനുഭൂതിയുടെ പ്രപഞ്ചത്തിലേക്ക് പറത്തിക്കൊണ്ടുപോകുന്ന ഈ മഹാകാവ്യ പ്രതിഭയെ ONV സാറിനെ സ്നേഹാദരങ്ങളോടെ അഭിമാനത്തോടെ ഞങ്ങൾ പ്രണമിക്കുന്നു. മമ്മൂട്ടി ചെയർമാൻ കൈരളി, ശ്രീ G. രാജ്മോഹൻ ചെയർമാൻ സുരല്ലേ. ഞങ്ങളുടെ കന്മനയും അപഹരിച്ചു, നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു. മലയാളിക്ക് മറക്കാനാകാത്ത ഗാനങ്ങൾ സമ്മാനിച്ച പ്രൊഫസർ ONV കുറുപ്പിന് സ്വരലയ കൈരളി യേശുദാസ് ലെജൻഡറി പുരസ്കാരം. മലയാള കവിതയെ വിശ്വമാനവികതയിലേക്ക് ഉയർത്തിയ മഹാകവിയും ഭാരതീയ ജ്ഞാനപീഠ ജേതാവുമായ ONVക്കുള്ള സ്നേഹാദരവാണ് യേശുദാസ് പുരസ്കാരം. 1955 പുറത്തുവന്ന കാലം മാറുന്നു എന്ന ചലച്ചിത്രത്തിലാണ് ONVയുടെ ആദ്യ സിനിമാ ഗാനം പിറന്നത്. മഹാന്മാരായ സംഗീത സംവിധായകരുമായുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ എന്നും നാവിൽ തത്തിക്കളിക്കുന്നതാണ്. മലയാളത്തിലെയും മറുനാട്ടിലെയും സംഗീത സംവിധായകരുടെ ഇഷ്ട ഗാനരചയിതാവായ ONVയുടെ പ്രിയ സംഗീതജ്ഞരായിരുന്നു സലിൽ ചൗധരിയും MB ശ്രീനിവാസനും ബോംബെ രവി. തമിഴിൽ കണ്ണദാസനെയും ഹിന്ദിയിൽ കെഫി ആസ്മിയെയും പോലെ മലയാള ഗാനശാഖയിൽ വിപ്ലവം സൃഷ്ടിച്ച ONVയെ തേടി സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 13 തവണ എത്തി. വൈശാലി എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം. സ്വരലയ കൈരളി യേശുദാസ് ലെജൻഡറി പുരസ്കാരം മലയാളികളുടെ പ്രിയ കവി പ്രൊഫസർ ONV കുറുപ്പിന്. 2015 സ്വരലയ കൈരളി യേശുദാസ് ലെജൻഡറി പുരസ്കാരം സമ്മാനിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ KJ യേശുദാസ് സാറിനെ മുമ്പോട്ടേക്ക് ക്ഷണിക്കുന്നു. മലയാളത്തിൻ്റെ യശസ് വിശ്വമാകെ വ്യാപിപ്പിച്ച മഹാകവി ശ്രീ ONV കുറുപ്പ് സാറിന് അവാർഡ് സ്വീകരിക്കാൻ സന്തോഷത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് നൽകുന്നത്. സ്വരലയ കൈരളി യേശുദാസ് ലെജൻഡറി അവാർഡ് ശ്രീ ONV കുറുപ്പ് സാർ. ആരെയും ഭാവഗാനങ്ങൾ പാടിക്കുന്നൊരാത്മസൗന്ദര്യമേ, ആരെയും ഭാവഗാനങ്ങൾ പാടിക്കുന്നൊരാത്മസൗന്ദര്യമേ, നിൻ സ്വരരശ്മിയിൽ നിദ്രയ്ക്കു കാവലാകും പ്രണയാർദ്രത, നിസ്വന്നു കൂട്ടായി നടക്കുമാഗ്നേയത, കല്ലാകിലും ചുരക്കുന്ന ജന്മാർദ്രത, കാലാഗ്നിയാകുന്ന നിത്യതരുണത, അന്ധനേത്ര. സാറിൻ്റെ അനുവാദത്തോടു കൂടി സാറിൻ്റെ മറുപടി ഞാനിവിടെ വായിക്കാം. സംസ്കാര സമ്പന്നമായ ഈ സദസ്സിൽ വെച്ച് എനിക്ക് സ്വരലയ കൈരളി യേശുദാസ് ലെജൻഡറി പുരസ്കാരം നൽകി ആദരിച്ചവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്വരം സ്വരം സ്വരലയം എന്ന മുദ്രാഗാനത്തിലൂടെ സ്വരലയയുടെ ആരംഭം മുതൽക്കേ ഞാൻ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൈരളിയുമായും അതേ മട്ടിലുള്ള ബന്ധമാണ്. ഇപ്പോൾ ഈ അവാർഡിലൂടെയും ആ ബന്ധം ദൃഢതരമാക്കിയിരിക്കുന്നു. യേശുദാസുമായും ഏതാണ്ട് 6 പതിറ്റാണ്ട് നീണ്ട ബന്ധമാണുള്ളത്. ഈ ബന്ധത്തെ ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. പാട്ടിലൂടെയും കവിതയിലൂടെയും ഞാൻ എൻ്റെ നാട്ടുകാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തേത് പരപ്പേറിയതും രണ്ടാമത്തേത് ആഴമേറിയതുമാണ്. രണ്ടും തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരാനാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. അതിന് സഹായിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നിലനിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച്
സാറിൻ്റെ ചില വരികൾ, അതായത് സാറ് എഴുതി ഞങ്ങൾക്ക് അനുഗ്രഹിച്ചിട്ടുള്ള ചില പാട്ടുകളുടെ അംശങ്ങൾ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. ശ്യാമസുന്ദര പുഷ്പമേ, ശ്യാമസുന്ദര പുഷ്പമേ, എൻ്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരി ഗാനലീനമീരിപ്പു ഞാൻ, ധ്യാനലീനമീരിപ്പു ഗാനലീനമീരിപ്പു ഗാനമെന്നെ മറക്കുമോ, എൻ്റെ ഗാനമെന്നെ മറക്കുമോ, എൻ്റെ ഗാനമെന്നെ മറക്കുമോ. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യഭോഗി, വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഒരു വട്ടം കൂടി നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഒരു വട്ടം കൂടി നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം.